നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ എങ്ങനെയാണ് രണ്ട് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ എക്സാമ്പിൾ 1 എന്ന് പറയുന്നത് 3/4 ഇൻറ്റു 2/9 എന്ന് പറഞ്ഞ രണ്ട് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്, അതായത് ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സോ 3 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 9, 3 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 6 കിട്ടും, 4 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ 36 കിട്ടും. ദെൻ എപ്പോഴും ഫ്രാക്ഷൻസ് എഴുതുമ്പോൾ സിംപ്ലിഫൈഡ് ഫോമാറ്റിൽ വേണം എഴുതാൻ. സോ 6നെ നമുക്ക് 6 ഇൻറ്റു 1 എന്ന് എഴുതാം, 36നെ നമുക്ക് 6 ഇൻറ്റു 6 എന്ന് എഴുതാം. ഒരു 6 വീതം കോമൺ ആയിട്ടുള്ളത് കട്ട് ചെയ്ത് കളയുമ്പോൾ ബാലൻസ് 1/6 എന്ന് ലോവസ്റ്റ് ഫോമിൽ എഴുതാൻ പറ്റും. ഇതാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ 3/4 ഇൻറ്റു 2/9. ഇവിടെ നമ്മൾ ഡയറക്റ്റ് ഇതൊന്നും എടുത്ത് എഴുതണതിന് പകരം അവിടെ തന്നെ വെച്ച് കോമൺ ഫാക്ടേഴ്സ് കട്ട് ചെയ്ത് കളയാം. അതായത് 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3. സെയിം രീതിയിൽ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2. സോ ഇവിടുന്ന് എന്ത് പറയാൻ പറ്റും? 1 ഇൻറ്റു 1, 1 ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3, 6. സോ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചെയ്യുമ്പോൾ ഇതാണ് ഈസിയർ വേ. ഒറ്റയടിക്ക് ആൻസർ കിട്ടും. ഇതുപോലെ ലോങ് ആയിട്ട് എഴുതണേക്കാൾ ഈ മെത്തേഡ് ആയിരിക്കും കുറച്ചും കൂടെ എളുപ്പം. ഓക്കെ, ദെൻ ഒരു സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. സോ സെക്കൻഡ് എക്സാമ്പിൾ 2, multiply 4/9 into 3/16. again ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഫസ്റ്റ് മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് 4 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 16 ചെയ്യണം. അപ്പൊ ഇവിടെ 9 ഇൻറ്റു 16 ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ ഈ മെത്തേഡ് യൂസ് ചെയ്യണേക്കാൾ എപ്പോഴും ബെറ്റർ എന്തായിരിക്കും? ഫസ്റ്റ് ഈ ഫ്രണ്ടിൽ വെച്ച് തന്നെ കോമൺ ഫാക്ടേഴ്സ് ഒക്കെ കട്ട് ചെയ്ത് കളയാം. 4ഉം 16ഉം മൾട്ടിപ്പിൾസ് ആണ്. സോ 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും, 16നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 കിട്ടും. സെയിം രീതിയിൽ 3നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. സോ ഇവിടെ ഒറ്റയടിക്ക് എന്ത് പറയാൻ പറ്റും? 1 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 1 ഹോൾ ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു 12. സോ 1/12 എന്ന് ആൻസർ വരും. നെക്സ്റ്റ് ഇവിടെ എക്സാമ്പിൾ 3 ആയിട്ട് ഒരു മിക്സഡ് ഫ്രാക്ഷനും ഒരു പ്രോപ്പർ ഫ്രാക്ഷനും ആണ് എടുത്തേക്കുന്നത്. സോ എപ്പോഴും മിക്സഡ് ഫ്രാക്ഷൻ വരുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ആദ്യം ആ മിക്സഡ് ഫ്രാക്ഷൻ ഒന്ന് കൺവേർട്ട് ചെയ്യുക ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക്. സോ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 ഇൻറ്റു 3 9, 9 പ്ലസ് 1 10 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. സോ 10 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു സെക്കൻഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 4/5 ആയിരുന്നു. 5ഉം 10ഉം കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 വരും, ഇവിടെ 1 വരും. അതായത് 5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യണത്. വേറെ ഒന്നും ഇവിടെ കട്ട് ചെയ്യാനില്ല. സോ 2 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 1. സോ എന്ത് കിട്ടും? 2 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 8 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 1, 3. ഇവിടെ നമുക്ക് ന്യൂമറേറ്റർ ഗ്രേറ്ററും ഡിനോമിനേറ്റർ സ്മോളർ 1ഉം ആണ് കിട്ടിയേക്കണേ. സോ ഇതെന്ന് പറയുന്നത് എന്ത് ഫ്രാക്ഷനാ? അൺലൈക്ക് ഫ്രാക്ഷൻ ആണ്. സോ അൺലൈക്ക് ഫ്രാക്ഷൻ കിട്ടുമ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അതിനെ മിക്സഡിലേക്ക് ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 8ൽ 3 എത്ര ടൈംസ് ഉണ്ട്? 2 ടൈംസ്. 2 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 6 വരും, മൈനസ് ചെയ്യുമ്പോൾ 2 വരും. സോ ഇവിടെയുള്ള നമ്പർ ഹോൾ പാർട്ട് ആയിട്ട് എഴുതുക. റിമൈൻഡർ എന്ന് പറയുന്നത് ഇവിടെ ന്യൂമറേറ്റർ ആയിട്ട് എഴുതുക. ഡിവൈസർ 3 ഇവിടെ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുക. സോ 2/3 എന്ന് ആൻസർ കിട്ടും ഈ പ്രോബ്ലത്തിന്റെ. നെക്സ്റ്റ് ഇവിടെ എക്സാമ്പിൾ 4 ആയിട്ട് എടുത്തേക്കുന്നത് 3 ഫ്രാക്ഷൻസ് ആണ്. അതിൽ 2 എണ്ണം മിക്സഡ് ഫ്രാക്ഷനും ഒരെണ്ണം നോർമൽ പ്രോപ്പർ ഫ്രാക്ഷനും. സോ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം? ഈ മിക്സഡ് ഫ്രാക്ഷൻസ് ഒക്കെ ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. 5 1/2 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 5 10, 10 പ്ലസ് 1 11/2 എന്ന് കിട്ടും. സോ ഇവിടെ 11/2 ഇൻറ്റു സെക്കൻഡ് പ്രോപ്പർ ഫ്രാക്ഷൻ ആയതുകൊണ്ട് അത് ഡയറക്റ്റ് 2/3 എന്ന് എഴുതാൻ പറ്റും. നെക്സ്റ്റ് 2 1/11നെ 2 ഇൻറ്റു 11 22 പ്ലസ് 1 23 ബൈ ഡിനോമിനേറ്റർ 11. സോ 23/11 എന്ന് എഴുതാൻ പറ്റും. 23/11. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, എവിടെയൊക്കെയാണ് ന്യൂമറേറ്റേഴ്സും ഡിനോമിനേറ്ററും സെയിം ആയിട്ട് വന്നതെന്ന് ചെക്ക് ചെയ്യുക.
ഇവിടെ 11ഉം ഇവിടെ 11 വന്നിട്ട്. സോ 2നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 and 1 കിട്ടൂലോ. സെയിം രീതിയിൽ 2ഉം 2ഉം കട്ട് ചെയ്ത് പോയി 1ഉം 1ഉം വരും. സോ ഇവിടെ നിന്ന് എന്ത് കിട്ടും? 1 into 1 into 23, that is 23. 1 into 3 into 1, which is equal to 3. സോ നെക്സ്റ്റ് ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് കിട്ടിയേക്കുന്നത്. അതായത് ന്യൂമറേറ്റർ ഗ്രേറ്റർ ദാൻ ഡിനോമിനേറ്റർ. സോ 23 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് നോക്കുക. 3 into 7 21 കിട്ടും. മൈനസ് ചെയ്യുമ്പോൾ 3 2 പോയാൽ 2. ഇവിടെ 0 വരും. സോ റിമൈൻഡർ 2 വന്നു. സോ ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുമ്പോൾ is equal to 7 ഹോൾ പാർട്ട് ആയിട്ട് എഴുതുക. റിമൈൻഡർ 2 മേളില് ന്യൂമറേറ്റർ ആയിട്ട് എഴുതുക. ഡിവൈസർ 3 താഴെ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുക. സോ ആൻസർ 7 2/3 ഫൈനൽ ആൻസർ കിട്ടും.